Hello guys, welcome back to my YouTube channel. This is Midhi and now you're watching Live and Let Live. So ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ. ഗൈസ്, ഇപ്പോൾ എൻ്റെ ടേബിൾ എന്ന് പറയുന്നത് ചെറിയ രീതിക്ക് റഷറാണ്, പക്ഷെ നമ്മളതിനെ കുറച്ചും കൂടി എസ്തറ്റിക് ഫീലാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ഇതാണ് നമ്മളുടെ ബിഫോർ ലുക്ക്. അത്യാവശ്യം കുറച്ച് മെസ്സുണ്ട്. അത് ഞാൻ ഓരോ സാധനങ്ങളൊക്കെ വെച്ചെടുത്ത് വയ്ക്കാത്തതിൻ്റെ ചെറിയ മെസ്സൊക്കെ ഉണ്ട്. വലിയ ഇഷ്യൂ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഒതുങ്ങുന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ എസ്തറ്റിക്കാക്കി മാറ്റാമെന്ന് വിചാരിച്ചു. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്തത് എൻ്റെ അടുത്ത സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വയ്ക്കലായിരുന്നു. അതിനുശേഷം ഞാൻ അവിടുത്തെ ഒരു ഫ്രെയിം എടുത്തിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്തു, അതായത് ക്ലീൻ ചെയ്ത് വെച്ചു. ഡസ്റ്ററൊക്കെ മാറ്റിയിട്ട് പിന്നെ പെന്നൊക്കെ ഒന്ന് വൃത്തിയാക്കി. അതിനുശേഷം ഞാനൊരു വാട്ടർ കളറിൻ്റെ പാലറ്റ് ക്ലീൻ ചെയ്യായിരുന്നു. അതുകൊണ്ട് ഞാൻ ക്യാമറയുടെ ഇതൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ആംഗിള്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫയലിലുള്ള കുറച്ച് ഇതൊക്കെ മാറ്റി. നമ്മൾ ഇനി കുറച്ച് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും, അതായത് നമ്മളുടെ പോളറോയിഡ് മേക്കിങ്ങും അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഓറിഗാമിയുടെ സാധനമാണ്. നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫയലൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഡ്രോ ഓർഗനൈസ് ചെയ്തിട്ട് നമ്മുടെ ടേബിളിലേക്ക് തന്നെ കിടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കലണ്ടറിൻ്റെ എന്തൊക്കെ ഇതൊക്കെ ഞാൻ മാറ്റിയിട്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ഡ്രോ ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്തു. സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് വെച്ചിട്ട് ഒന്ന് ഓർഗനൈസറാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ടേബിളിലുള്ള കംപ്ലീറ്റ് സാധനങ്ങളും മാറ്റി. എന്നിട്ട് അവിടെ ഞാനൊന്ന് ഓർഗനൈസ് ചെയ്തു, അതായത് കുറച്ച് ഒരു ടിഷ്യൂ വെച്ചിട്ട് തുടച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു വാൾപേപ്പർ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു സാധനം പിരിച്ചാണ്. അത് ഈ സാധനം എന്തായാലും ഞാൻ വാൾപേപ്പർ ഒട്ടിക്കുമ്പോൾ കാണിക്കാം കേട്ടോ. അത് ഈ സാധനമാണ് ഞാൻ ഒട്ടിക്കാൻ മീൻസ് വെച്ചിട്ടുള്ളൂ, ഒട്ടിച്ചിട്ടില്ല. അതിനുശേഷം ടിഷ്യൂ വെച്ചു. പിന്നെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടല്ലോ. അത് എനിക്ക് ടിഷ്യൂ കലണ്ടറിന് ആപ്റ്റായിട്ടുള്ള പ്ലേസ് നോക്കിയിട്ട് അവസാനം ആ കോർണറിലാണ് ഞാൻ എത്തിച്ചേർന്നത്. കോർണറിലെത്തിയിട്ട് ഞാൻ അവിടെ തന്നെ ഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ടിഷ്യൂ പഴയ വെച്ച സ്ഥലത്ത് തന്നെ വെച്ചു. അതിനുശേഷം എസ്തറ്റിക് ഫീലായി ഇപ്പം തന്നെ. അതിനുശേഷം എൻ്റെ ജോമെട്രിക് ബോക്സും പിന്നെ ഒരു പൗച്ചും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ അവിടെ വെച്ചു. ഇറ്റ് ഈസ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നെയിൽ പെയിൻ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ എടുത്ത് ഓർഗനൈസ്ഡ് ആക്കി വെച്ചു. പിന്നെ ഒരു പെർഫ്യൂം കിട്ടിയപ്പോൾ ഞാൻ അതൊക്കെ അടിച്ചു നോക്കി. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊരു ഗണേശയുടെ പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. ഞാൻ അതൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാനതിനൊന്ന് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തു. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വോളിലേക്ക് മാറ്റിയതാണ് ടേബിളിൽ ഇരിക്കുന്നതിന്. പിന്നെ ഫ്രെയിം ഉണ്ടായിരുന്നു, അതിനെ ഞാൻ വോളിൽ ഒട്ടിച്ചു ഡബിൾ ടേപ്പ് വെച്ചിട്ട്. അത് ചാനലിലുണ്ട് കേട്ടോ. പിന്നെ ഫോൺ സ്റ്റാൻഡ് ഇപ്പുറത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ബുക്സ് വെച്ച സമയത്ത് പ്ലാനേഴ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച സമയത്ത് ഫോൺ സ്റ്റാൻഡിന് ഇപ്പുറത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ലാപ്പ് വെച്ചു. ഇതാണ് ഫൈനൽ ലുക്ക് ഗൈസ്. കുറച്ച് അധികം എസ്തറ്റിക്കായി ഞാൻ ഇതൊന്നല്ല ഉദ്ദേശിച്ചത്, പക്ഷേ ഇത്രയും നടന്നുള്ളൂ. നമുക്കൊരു മേക്ക് ഓവറും കൂടി നടത്താം. ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് വോളിൻ്റെ ലുക്കാണ്. ഈ വോളിൻ്റെ ലുക്ക് കണ്ടോ? ഇഷ്ടപ്പെട്ടില്ലേ? ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ പഴയൊരു ഓൾഡ് മോഡലിനെ മാറ്റിയിട്ട് കംപ്ലീറ്റ് ഒരു എസ്തറ്റിക് വൈബാക്കാൻ നോക്കിയിട്ടുണ്ട്. ഏകദേശമൊക്കെ ആ ഒരു എസ്തറ്റിക് ഫീലൊക്കെ ലാസ്റ്റായപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നിങ്ങൾ പറയുക. അതേപോലെ തന്നെ പിന്നെ നമ്മളുടെ ഒരു ക്രാഫ്റ്റ് വരുന്നുണ്ട്, പോളറോയിഡ്സ്, അങ്ങനെ നമ്മുടെ വോളിലൊക്കെ ചെയ്യാൻ പറ്റിയ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്ക് ടു സ്കൂൾ സീരീസിൻ്റെ അടുത്ത എപ്പിസോഡ്സ് കാണാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അൺടിൽ ദിസ് ബൈ ഫ്രം ദിയ. ടാറ്റാ.